Dear students, last class pseudocode constructor മൂന്ന് കൺസ്ട്രക്ട് ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയായിരുന്നു. സീക്വൻസിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന സീക്വൻസ്, സെലക്ഷൻ്റെ അണ്ടറിൽ വരുന്ന കേസും അതുപോലെ തന്നെ ഇഫ് ദെൻ എൽസും, ഇനി റിപ്പീറ്റീഷൻ അണ്ടറിൽ വരുന്ന വൈൽ, റിപ്പീറ്റ് അണ്ടിൽ അതുപോലെ തന്നെ ഫോർ. ഇത് മൂന്നും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് കേസിൽ വൈൽ. The while construct in pseudocode represents a loop that continues executing a set of statements as long as the specified condition remains true. While construct pseudocode represent ചെയ്യുന്നത് ഒരു ലൂപ്പിനെയാണ്. അതെന്ത് ചെയ്യും? ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് ആയി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ആസ് ലോങ് ആസ് ദ സ്പെസിഫൈഡ് കണ്ടീഷൻ റിമെയിൻസ് ട്രൂ. വൈലിൻ്റെ കൂടെ എഴുതുന്ന കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം അതിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആകും. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ എക്സ്പ്രസിങ് ദ റെപ്പിറ്റേറ്റീവ് ആക്ഷൻ ഇൻ എൻ അൽഗോരിതം. ഒരു അൽഗോരിതത്തിൽ റെപ്പിറ്റേറ്റീവ് ആക്ഷൻസ് എക്സ്പ്രസ് ചെയ്യേണ്ട സ്ഥലത്താണ് നമ്മൾ വൈൽ എന്ന് പറയുന്ന ലൂപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നോക്കാം. വൈൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് ടു ബി എക്സിക്യൂട്ടഡ് വൈൽ ദ കണ്ടീഷൻ ഈസ് ട്രൂ. സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 ആൻഡ് വൈൽ. അപ്പോൾ വൈൽ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു. ഈ കണ്ടീഷൻ ശരിയായിരിക്കുന്നിടത്തോളം കാലം ഇതിനകത്തുള്ള സ്റ്റേറ്റ്മെന്റുകളെല്ലാം എക്സിക്യൂട്ട് ആകുന്നു. കണ്ടീഷൻ ഫോൾസ് ആയാൽ എന്ത് ചെയ്യുന്നു? ലൂപ്പ് ക്ലോസ് ചെയ്ത് ഇത് വെളിയിലേക്ക് വരും. അപ്പോൾ നമ്മൾ സ്യൂഡോ കോഡിൽ വൈൽ എഴുതിയാൽ അതിനോട് കൂടെ അസോസിയേറ്റ് ചെയ്ത് എൻഡ് വൈൽ എഴുതാൻ മറക്കരുത്. എൻഡ് വൈൽ വേണം ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രോഗ്രാമിൽ എൻഡ് വൈലിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു പ്രോഗ്രാം നോക്കാം, സ്യൂഡോ കോഡ് നോക്കാം. Write a pseudocode by using while loop to print the numbers from 1 to 5. 1 മുതൽ 5 വരെ പ്രിന്റ് ചെയ്യാൻ ഒരു വൈൽ ലൂപ്പ് ഉപയോഗിച്ച് സ്യൂഡോ കോഡ് എഴുതണം. നമുക്കറിയാം എല്ലാ സ്യൂഡോ കോഡും സ്റ്റാർട്ടും അതുപോലെ എൻഡിലായിരിക്കും. സ്റ്റാർട്ടും എൻഡും നമുക്ക് വേണം. ഇനി അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 1 മുതൽ 5 വരെ പ്രിന്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിന്റ് ചെയ്യണമെങ്കിൽ 1 തുടങ്ങുന്നതിന് വേണ്ടി നമ്മൾ കൗണ്ടർ ചെയ്യണം. 1 പ്രിന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. 1 2 3 എന്ന് പ്രിന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു കൗണ്ടർ നമ്മൾ 1 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാണ്, ഇനീഷ്യലൈസ് ചെയ്യാണ്. അതിനുശേഷം ഈ കൗണ്ടർ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഇതിന്റെ വാല്യൂ, നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ. ഇപ്പോൾ ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിന്റ് ചെയ്യുന്നു. ആ വാല്യൂ പ്രിന്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ കൗണ്ടർ മാറണം. 2 3 4 എന്ന് വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കൗണ്ടറിനെ ഇൻക്രിമെന്റ് ബൈ 1 ചെയ്തു. നമുക്ക് സീക്വൻസിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിൻടാക്സ് ആയിരുന്നു സ്യൂഡോ കോഡ് ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻക്രിമെന്റ് ദിസ് കൗണ്ടർ ബൈ 1. ഈ കൗണ്ടറിന് പകരം നമുക്ക് ഏത് വേരിയബിൾ വേണമെങ്കിലും ഇവിടെ കൊടുക്കാവുന്നതാണ്. അത് 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എൻഡ് വൈലിന് മുമ്പ് എന്ത് ചെയ്യും? ഈ കണ്ടീഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. ട്രൂ ആണ്. ഇൻക്രിമെന്റ് ചെയ്തപ്പോൾ അത് 2 ആണ്. 2 അപ്പോൾ എന്ത് ചെയ്യണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയതുകൊണ്ട് പ്രിന്റ് ചെയ്യും. അങ്ങനെ ഇത് 5 ആകുന്നത് വരെ 1 2 3 4 5 എന്ന് പ്രിന്റ് ചെയ്യും. ഇത് എഗെയിൻ ഇൻക്രിമെന്റ് ചെയ്ത് 6 ആയാൽ എന്ത് സംഭവിക്കും? ഇവിടത്തേക്ക് വരുമ്പോൾ കൗണ്ടറിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യില്ല? ഈ പ്രിന്റിംഗ് ആക്ഷൻ നടക്കില്ല. നമ്മളുടെ എൻഡ് വൈലിലേക്ക് വരും. ദെൻ നമ്മുടെ സ്യൂഡോ കോഡ് എൻഡ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു വൈൽ ലൂപ്പ് ഉപയോഗിച്ച് സ്യൂഡോ കോഡ് എഴുതുന്നത്. അടുത്തത് റിപ്പീറ്റ് അണ്ടിലാണ്. റിപ്പീറ്റ് അണ്ടിൽ കൺസ്ട്രക്ട് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. The repeat until construct represents a loop that executes a set of statements repeatedly until a specific condition becomes true. നമുക്ക് റിപ്പീറ്റും എന്ത് തന്നെയാണ്? വൈൽ ലൂപ്പ് പോലെ തന്നെയുള്ള ഒരു ലൂപ്പ് തന്നെയാണ്. നമുക്ക് ട്രൂ ആയിരിക്കുന്നിടത്തോളം തന്നെയാണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആകുന്നതും. പക്ഷെ ഇവിടെയുള്ള വ്യത്യാസം വൈൽ ലൂപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ റിപ്പീറ്റ് അണ്ടിലുള്ള വ്യത്യാസം which ensures that the statements are executed at least once before checking the condition. കണ്ടീഷൻ വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ടഡ് ആവും. നമുക്ക് ഇവിടെ ഒരു സിൻടാക്സ് എങ്ങനെയാന്ന് നോക്കാം. റിപ്പീറ്റ് സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 അണ്ടിൽ കണ്ടീഷൻ. നമ്മൾ നേരത്തെ കേസ് എന്തായിരുന്നു? വൈൽ കണ്ടീഷൻ ആയിരുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടായിരുന്നു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ് സ്റ്റേറ്റ്മെന്റ്. ഈ പേര് പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം റിപ്പീറ്റ് ചെയ്യുന്നു. എത്ര സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ അതെല്ലാം എക്സിക്യൂട്ട് ആവുന്നു. ഏതുവരെ? അണ്ടിൽ കണ്ടീഷൻ. മറ്റേതിൽ വൈൽ കണ്ടീഷൻ ട്രൂ ആവണമായിരുന്നു. ഇവിടെ അണ്ടിൽ കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ. ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിപ്പീറ്റ് അണ്ടിൽ ഉപയോഗിച്ചും സെയിം സ്യൂഡോ കോഡ്, സെയിം 1 to 5 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുന്ന സ്യൂഡോ കോഡ് എങ്ങനെ എഴുതാം നോക്കാം.
നമുക്കറിയാം സ്റ്റാർട്ട് എൻഡ് എന്തായാലും കൊടുക്കണം. അതിനുശേഷം നമുക്ക് കൗണ്ടർ 1 തന്നെ സെറ്റ് ചെയ്യണം. ലൂപ്പ് എഴുതുന്ന സമയത്ത് ഇവിടെ റിപ്പീറ്റ് കൊടുക്കുന്നു. കണ്ടീഷൻ ഇവിടെ പറയാൻ പാടില്ല. എന്ത് ചെയ്യണം, നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് പറയണം. പ്രിന്റ് ചെയ്യണം, കൗണ്ടർ പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ്. കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്യണം, 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം. ഏതുവരെ ഈ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ടഡ് ആവണം? അണ്ടിൽ, അതുവരെ കൗണ്ടർ അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻ കൊടുക്കണം, കൗണ്ടർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. നമ്മുടെ ലാസ്റ്റ് കൺസ്ട്രക്ട് ഫോർ ലൂപ്പ് ആണ്, ഫോർ കൺസ്ട്രക്ട് ആണ്. The for construct in pseudocode is used to define a loop that iterates a specific number of times. For construct pseudocode ഉപയോഗിക്കുന്നത് again loop define ചെയ്യാൻ തന്നെയാണ്. ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് ടൈംസ്, ഇന്നത് മുതൽ ഇന്നത് വരെ നമുക്ക് ഐട്രേഷൻസ് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫോർ ലൂപ്പ് ഉപയോഗിക്കുക. It is particularly useful when the number of iteration is known in advance. നമുക്ക് നമ്പർ ഓഫ് ഐട്രേഷൻസ് ഇന്നത് മുതൽ ഇന്നത് വരെയാണ്, അല്ലെങ്കിൽ ഇത്ര ഐട്രേഷൻസ് വരെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് നേരത്തെ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. അതിന്റെ സിന്റാക്സ് എന്ന് നോക്കാം. ഫോർ വേരിയബിൾ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്, വേരിയബിൾ ഫോർ കൊടുക്കാണ്. ഫോർ ഇവിടെ ഏത് വേരിയബിൾ വേണേലും കൊടുക്കാം. ഫ്രം ദിസ് ടു ദിസ്, ഫ്രം 1 to 10, 1 200 to 300 അങ്ങനെ നമുക്ക് കൊടുക്കണം. ദെൻ അതുവരെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം എക്സിക്യൂട്ടഡ് ആവണം. അതിനുശേഷം ഈ കണ്ടീഷൻ കഴിഞ്ഞാൽ, വേരിയബിൾ ഇത് മുതൽ ഇതുവരെ കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട, എൻഡ് ഫോർ ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. We are using for loop to calculate the factorial of a number. ഒരു ഗിവൺ നമ്പർ തന്നിട്ടുണ്ടാവും, ആ നമ്പറിന്റെ ഫാക്ടോറിയൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്കറിയാം എന്താണ് ഫാക്ടോറിയൽ. ഇപ്പം 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 2 × 3 × 4 × 5 × 6. 3 ഫാക്ടോറിയൽ ആണെങ്കിലോ 1 × 2 × 3. അതായത് സ്റ്റാർട്ടിങ് 1 മുതൽ ഏത് നമ്പർ ആണോ ആ നമ്പർ വരെ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ട് ആണ് ഇത് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിനു വേണ്ടി പ്രോഗ്രാം സ്യൂഡോ കോഡ് എഴുതണം. നമുക്കറിയാം സ്യൂഡോ കോഡ് സ്റ്റാർട്ട് എൻഡ് അല്ലെങ്കിൽ ബിഗിൻ എൻഡ് ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, ചെയ്യണം. അതിനകത്ത് വേണം എഴുതാൻ. ഇപ്പൊ നമുക്ക് ഏത് നമ്പറിന്റെ ആണെന്ന് പറഞ്ഞിട്ടില്ല, ഗിവൺ നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ നമ്പർ എന്ത് ചെയ്യണം, നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് കീബോർഡിൽ നിന്ന് വാങ്ങണം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യാറ്, ഇൻപുട്ട് ചെയ്യണം. ഇൻപുട്ട് ഗിവൺ നമ്പർ മേടിച്ചു. അപ്പൊ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഒരു വേരിയബിൾ ആണ്. അത് ഏത് വേണമെങ്കിലും ആകാം. സോ ആ നമ്പർ ഇൻപുട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം ഫാക്ടോറിയൽ നമ്മൾ 1ൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫാക്ടോറിയൽ 1 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യും, ഇനീഷ്യലൈസ് ചെയ്യും. അതിനുശേഷം ഈ 1 മുതൽ ഏത് വരെ എന്ന് വേണമല്ലോ, ഫ്രം വേരിയബിൾ നമ്മൾ സ്യൂഡോ കോഡ് നോക്കിയല്ലോ, ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. അപ്പൊ ഇവിടെ വേരിയബിൾ ഐ ആണ് എടുത്തിട്ടുണ്ട്. ഐയുടെ വാല്യൂ 1 മുതൽ എൻഡ് വരെ. അപ്പൊ ഇവിടെ ഈക്വൽ ടുന് പകരം ഫ്രം എന്ന് കൊടുത്താലും തെറ്റില്ല. ഐ ഫ്രം 1 ടു നമ്പർ എന്ത് ചെയ്യണം, ഇവിടെയാണ് നമ്മുടെ സ്യൂഡോ കോഡിന്റെ ലോജിക്ക് മൊത്തം വരുന്നത്. നമ്മൾ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ എന്ന് വേണമെങ്കിൽ ഇവിടെ ടേം കൊടുക്കാം. ഫാക്ടോറിയൽ ഈക്വൽ ടു ഫാക്ടോറിയൽ ഇൻറ്റു ഐ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ആദ്യം ഫാക്ടോറിയൽ നമ്മൾ 1 ആണെന്ന് പറഞ്ഞെടുത്തിരുന്നു. ഇനി ഫസ്റ്റ് ഇനീഷ്യൽ വാല്യൂ 1 വന്നു. ആ സമയത്ത് നമ്മുടെ വേരിയബിൾ ഐ ആണ് 1 ആയത്. ഫാക്ടോറിയൽ എന്തുണ്ടായിരുന്നു, 1 ഉണ്ട്. അപ്പോൾ 1 മൾട്ടിപ്ലൈ ചെയ്ത് അതെന്ത് ചെയ്യും, ഈ ഫാക്ടോറിയൽ സേവ് ആകും. നമ്മുടെ കണ്ടീഷൻ തീർന്നോ, ഇല്ല. 1 മുതൽ നമ്പർ വരെ, അപ്പം നമ്പർ ഇപ്പം നമ്മൾ 6 ആണെന്ന് സപ്പോസ് ചെയ്യുക. അപ്പം ഇതെന്താകും, ഇവിടെ ഈ വേരിയബിൾ ഫ്രം 1 ടു നമ്പർ വരെ ചെയ്തില്ല. അപ്പം എന്താവുന്നു, അടുത്ത 2 വരുന്നു. 2 വരുന്ന സമയത്ത് വേരിയബിൾ ഐ ആണ് 2 ആവുന്നത്. ഫാക്ടോറിയലിന്റെ വാല്യൂ ഓൾറെഡി 1 ഉണ്ടായിരുന്നു. അപ്പം 1ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഫാക്ടോറിയൽ സേവ് ആകുന്നു. അടുത്തത് 3 വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഐയുടെ വാല്യൂ 3 ആണ്, ഫാക്ടോറിയലിന്റെ വാല്യൂ 2 ഉണ്ട്. അപ്പം 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 6 എന്ന് പറയുന്ന വാല്യൂ ഫാക്ടോറിയൽ സേവ് ആവും. അടുത്ത 4 വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടെ ഫാക്ടോറിയൽ 2 3 മൾട്ടിപ്ലൈ ചെയ്ത് 6 ഉണ്ട്. വേരിയബിൾ ഐ വന്നിരിക്കുന്നത് 4 ആണ്. അപ്പം 3ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും ഏത് വരെ, നമ്മുടെ നമ്പർ 6 ആവുന്നത് വരെ. 6 ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, 6 വരെ മതി നമുക്ക് ഈ ലൂപ്പ്, എത്ര വരെ നമ്മളോട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫാക്ടോറിയൽ എന്തായിരിക്കും സേവ് ആയിട്ടുണ്ടാവുക, ഈ വാല്യൂസ് എല്ലാം 1 മുതൽ 6 വരെ മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ട് എവിടെ ഉണ്ടാവും, ഫാക്ടോറിയൽ ഉണ്ടാവും. ഇത് ഓരോ തവണ നമുക്ക് പ്രിന്റ് ചെയ്യണോ, നേരത്തെ വൈൽ ലൂപ്പ് ചെയ്ത പോലെ വേണ്ട. നമുക്ക് ഇതിന്റെ എല്ലാം കൂടെ റിസൾട്ട് അവസാനം പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ ഈ ലൂപ്പിൽ നിന്ന് വെളിയിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രിന്റ് ഫാക്ടോറിയൽ കൊടുക്കാം, അവസാനം എൻഡും ചെയ്യാം.
അപ്പോൾ ലൂപ്പ് എവിടെ ക്ലോസ് ചെയ്യുന്നു ആ സമയത്ത് എൻഫോർ ചെയ്യാൻ മറക്കരുത്. എൻഫോർ ചെയ്തതിന് ശേഷം വേണം പ്രിന്റ് ചെയ്ത് ലൂപ്പിൽ നിന്ന് വെളിയിൽ വരാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്യൂഡോ കോഡ് കൺസ്ട്രക്ട് എന്ന് പറയുന്നത്. താങ്ക് യു.